ആനയും മുയലും. പണ്ട് പണ്ട് മന്ത്രവനം എന്നു പേരുള്ള മനോഹരമായ ഒരു കാടുണ്ടായിരുന്നു. അവിടെ വലിയ ശരീരവും അതിലേറെ വലിയ മനസ്സുമുള്ള എൽമോ എന്നൊരു ആന താമസിച്ചിരുന്നു. എൽമോയ്ക്ക് ഒരു കൊച്ചു കൂട്ടുകാരനുണ്ടായിരുന്നു, മിന്നൽ വേഗത്തിലോടുന്ന റിക്കു എന്ന മുയൽ. ആ കാടിന്റെ നടുവിലായി സ്വർണ്ണപ്പഴം കായ്ക്കുന്ന ഒരു മരമുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ കായ്ക്കുന്ന ആ മധുരപ്പഴം കഴിക്കാൻ എല്ലാ മൃഗങ്ങൾക്കും ആഗ്രഹമായിരുന്നു. പക്ഷേ ആ മരം നിൽക്കുന്നത് വലിയൊരു പുഴയ്ക്കക്കരെയാണ്. ഈ വർഷം ആ പഴം ആര് ആദ്യം പറിക്കും എന്ന് തീരുമാനിക്കാൻ മൃഗങ്ങൾ ഒരു ഓട്ട മത്സരം നടത്താൻ തീരുമാനിച്ചു. എൽമോ ആനയും റിക്കുമുയലും മത്സരത്തിൽ പങ്കെടുത്തു. മത്സരം തുടങ്ങിയതും റിക്കുമുയൽ ഒരു അമ്പ് പോലെ പാഞ്ഞുപോയി. ഓടുന്നതിനിടയിൽ അവൻ എൽമോയെ പരിഹസിച്ചു. ഹേ എൽമോ, പതുക്കെ പൊയ്ക്കോ, ഞാൻ ജയിച്ചു കഴിഞ്ഞു. എൽമോ ഒന്നും മിണ്ടാതെ പരമാവധി വേഗതയിൽ ഓടാൻ ശ്രമിച്ചു. റിക്കു പുഴയുടെ തീരത്തെത്തിയപ്പോൾ ഞെട്ടിപ്പോയി. കഴിഞ്ഞ രാത്രിയിലെ മഴയിൽ അവിടുത്തെ പാലം ഒലിച്ചു പോയിരുന്നു. പുഴയിൽ നല്ല ഒഴുക്കും ആഴവും ഉണ്ടായിരുന്നു. നീന്താൻ അറിയാത്ത റിക്കുമുയൽ തന്റെ വിജയം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ എൽമോ അവിടെ എത്തി. റിക്കുമുയലിനെ കണ്ടപ്പോൾ എൽമോയ്ക്ക് വിഷമം തോന്നി. അവൻ റിക്കുവിനെ കളിയാക്കിയില്ല. പകരം, റിക്കു, നീ പേടിക്കണ്ട, നീ എന്റെ പുറത്ത് കയറിക്കൊള്ളൂ എന്ന് എൽമോ പറഞ്ഞു. എൽമോയ്ക്ക് നല്ല ഉയരമുള്ളതിനാൽ ആഴമുള്ള വെള്ളത്തിലൂടെ നടക്കാൻ കഴിഞ്ഞു. അവൻ റിക്കുവിനെ സുരക്ഷിതമായി പുഴ കടന്ന് അക്കരെ എത്തിച്ചു. പുഴ കടന്നപ്പോൾ തൊട്ടു മുന്നിൽ സ്വർണ്ണപ്പഴം കായ്ച്ചു നിൽക്കുന്ന മരം കണ്ടു. അവർ രണ്ടുപേരും ഒരുമിച്ച് മരത്തിനടുത്തേക്ക് നടന്നു. ആ സ്വർണ്ണപ്പഴങ്ങൾ അവർ സന്തോഷത്തോടെ പങ്കിട്ട് കഴിച്ചു. ഗുണപാഠം: സഹായ മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം. ഈ കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.